നമസ്കാരം. പോപ്പുലർ ന്യൂസ് തത്സമയ വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹം, സൽക്കാരം തുടങ്ങി ഏത് വിശേഷ ദിവസങ്ങളെക്കുറിച്ചും ഇനി ആലോചിച്ച് ടെൻഷൻ വേണ്ട. വൈവിധ്യമാർന്ന രുചിയൂറും വിഭവങ്ങളും കൂടാതെ പന്തൽ ആൻഡ് ഡെക്കറേഷൻ, കാറ്ററിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇനി റോളക്സ് ഏറ്റെടുക്കും. ഇനി നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ടെൻഷൻ ഇല്ലാതെ ആഘോഷിക്കാം. റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവന്റ്സ്. ബിരിയാണി, മന്തി, ചിക്കൻ, മട്ടൺ ആൻഡ് ബീഫ് വിഭവങ്ങൾ, ഡെസേർട്ട് ഐറ്റംസ് തുടങ്ങി രുചിയുടെ അത്ഭുത ലോകം ഇനി നിങ്ങളുടെ തീൻമേശകളിലെത്തും. റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവന്റ്സ്. താലൂക്ക് ആശുപത്രിയിലെ മൃതദേഹത്തോട് കാണിച്ച അനാദരവും പോസ്റ്റ്മോർട്ടം വിവാദവും മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ജനുവരി 2 തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ മരിച്ച മൂന്നിയൂർ സ്വദേശിയുടെ മൃതദേഹത്തോട് കാണിച്ച അനാദരവിനും പോസ്റ്റ്മോർട്ടം വിവാദവുമായി ബന്ധപ്പെട്ട് കേരള മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. മരിച്ച വ്യക്തിയുടെ നാട്ടുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ അഷ്റഫ് കളത്തിങ്ങൽപ്പാറ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയിലാണ് 1303/CR/2025 നമ്പറായി പരാതി സ്വീകരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മൂന്നിയൂർ കുണ്ടംകടവ് സ്വദേശി പാലത്തിങ്ങൽ അബൂബക്കർ മൗലവി എന്ന കുഞ്ഞിപ്പ ജനുവരി 2 പുലർച്ചെ 3 മണിക്കാണ് മരണപ്പെടുന്നത്. ഷുഗർ രോഗിയായ അബൂബക്കർ മൗലവി കലശലായ നെഞ്ചുവേദനയും ശ്വാസതടസ്സവും ക്ഷീണവും മൂലം ഭാര്യയോടൊപ്പം അയൽവാസിയുടെ ഓട്ടോയിലാണ് ആശുപത്രിയിലെത്തിയത്. എന്നാൽ അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഫെബിന റെസ്റ്റ് റൂമിൽ ഉറങ്ങുകയായിരുന്നു. അത്യാഹിത വിഭാഗത്തിന്റെ അടുത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ 2-3 തവണ വിളിച്ചതിനു ശേഷമാണ് ഡോക്ടർ രോഗിയെ പരിശോധിക്കാനെത്തിയത്. അപ്പോഴേക്കും രോഗി മരിച്ചിരുന്നു. മാത്രമല്ല, മരിച്ച മൃതദേഹമാണ് ആശുപത്രിയിൽ കൊണ്ടുവന്നതെന്ന രീതിയിൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഡോക്ടർ പോലീസിനുടനെ ഇന്റിമേഷൻ അയക്കുകയായിരുന്നു. താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ഡ്യൂട്ടിയുണ്ടായിരുന്ന ഡോക്ടർ ഫൈസലിനെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ തിരൂരങ്ങാടി പോലീസ് രാവിലെ 10:10 റിപ്പോർട്ട് നൽകിയെങ്കിലും തിരൂരങ്ങാടിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം ചെയ്യില്ലെന്നും മൃതദേഹം മഞ്ചേരിയിലേക്ക് അയച്ച് ഫോറൻസിക് സർജൻ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും ഡോക്ടർ ഫൈസൽ വാശി പിടിക്കുകയായിരുന്നു. പോലീസ് റിപ്പോർട്ട് കിട്ടിയിട്ടും പിന്നെയും മണിക്കൂറുകൾ വൈകിപ്പിച്ചതിന് ശേഷമാണ് പോലീസിന് മൃതദേഹം വിട്ടുകൊടുത്തുള്ള റഫറൻസ് ലെറ്റർ ഈ ഡോക്ടർ കൊടുക്കപ്പെട്ടത്. മരിച്ചയാളിൻ്റെ ഭാര്യക്കോ മക്കൾക്കോ ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ മരണത്തിൽ സംശയാസ്പദമായി പരാതികളൊന്നും ഇല്ലാതിരിക്കുകയും ആശുപത്രിയിൽ വെച്ചാണ് രോഗി മരിച്ചതെന്നും ബോധ്യമായിട്ടും മൃതദേഹത്തോട് കാണിച്ച അനാദരവും മനുഷ്യത്വ വിരുദ്ധമായ നിലപാടും എടുത്ത ഡോക്ടർമാരുടെ കൃത്യവിലോപത്തിനെതിരെയുമാണ് അഷ്റഫ് കളത്തിങ്ങൽപ്പാറ പരാതി നൽകിയത്. ഇതേ ലേഡി ഡോക്ടർക്കെതിരെ ജനുവരി 8 രാത്രി മുറിവ് പറ്റി താലൂക്ക് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടിയെത്തിയ 1 വയസ്സുകാരനും 6 വയസ്സുകാരനും ചികിത്സ നിഷേധിച്ചതിനെതിരെയും രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. പോപ്പുലർ ന്യൂസ്, തിരൂരങ്ങാടി. ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും. ഓണം കഴിഞ്ഞ് ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം. ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം. ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ EMI ഫെസ്റ്റിലൂടെ മാസം വെറും 1001 രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം. ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ 0 ഡൗൺ പേയ്മെന്റിലൂടെ. കൂടാതെ 10% മുതൽ 50% വരെ ഓഫറും. കണ്ടീഷൻ സപ്ലൈ. ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്. ആഘോഷത്തിനിടയിലെ ഓഫറല്ല, ആഘോഷമാക്കേണ്ട ഓഫർ.